രഞ്ജിൻ ടെറസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇവിടെ ഭയങ്കര കാറ്റും മഴ ഭയങ്കര അതിശക്തമായ മഴ, കാറ്റും അതുപോലെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പക്ഷെ ഇപ്പം മഴ ഇപ്പം ഇച്ചിരി ഒന്ന് മാറിയിട്ടുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര കാറ്റുമായിരുന്നു. അപ്പം ഇപ്പം കുറച്ച് മഴ മാറിയിട്ടുണ്ട്. മഴ മാറിയുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇവിടുന്ന് വെള്ളമൊക്കെ നന്നായിട്ടല്ല, കുറച്ച് വെള്ളം നല്ല മാറിയായിരുന്നു. നമ്മൾ കഴിച്ചൊരു വല വീശുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട്, അതിനുശേഷം 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇന്നലെ മഴയ്ക്ക് നേരിയൊരു ശമനം ഉണ്ടായിരുന്നു. ഇന്നലെ മഴ കുറവായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് മഴ പെയ്തത് മൊത്തം. പിന്നെ രാത്രിക്ക് ഭയങ്കര മഴയായിരുന്നു. മീൻ ഇറങ്ങുന്നുണ്ട്. അപ്പം തന്നെ ഇവിടെ ഒരു വല വെച്ചിട്ടുണ്ട്. വയം ഇറങ്ങും, പക്ഷെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെള്ളം ചെറുതായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിക്കവാറും വെള്ളം ഒന്നുകൂടെ കൂടാൻ സാധ്യത വളരെ കൂടുതൽ. ഇപ്പം തന്നെ ഓൾറെഡി ഇതൊരു വെള്ളപ്പൊക്കം, 3 വെള്ളപ്പൊക്കം ആകും. ശക്തമായ മഴ, അതിശക്തമായ മഴ. കാറ്റെന്ന് പറഞ്ഞാൽ അന്യായമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കിന് തോട്ടിലെല്ലാം ഭയങ്കര വെള്ളം. അപ്പോൾ ഇന്നലെ ഇവിടെ നമുക്ക് മഴ പെയ്ത വെള്ളം തിരിച്ചിറങ്ങിപ്പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ആറ്റിൽ നിന്ന് വെള്ളം കയറി നമ്മുടെ തോട്ടിലെല്ലാം വെള്ളമായി. നമുക്ക് കാണാം, ഇത് കണ്ടോ. ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നപ്പം ഇപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ വല പിടിക്കുന്നുണ്ട്. നമ്മൾ വടവല പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് നീ പിടിക്കുന്നെങ്കിൽ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്ന് വല പിടിച്ച് കുറച്ച് നേരം പിടിച്ച്. കുറച്ച് നേരം വെച്ചാൽ ഒരു 1.5-2 മണിക്കൂറോളം നമ്മൾ വല പിടിച്ച്. നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടി. നമുക്ക് കിട്ടിയ വയമ്പും പരലും കയറി. പിന്നെ മുള്ളിൽ നിന്ന് പറഞ്ഞ മീനും ഉണ്ടായിരുന്നു. പിന്നെ തൂളിയുടെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ തൂളി കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ തിരിച്ച് വിട്ടു. ഈ വലുതാകുന്ന മീനുകളൊക്കെ നമ്മൾ തിരിച്ച് വിട്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം മീനൊക്കെ പിടിച്ച് അതൊരു എന്താ പറയുന്നത്, അതൊരു സുഖമുള്ള പരിപാടിയാണ്. ഈ വലയൊക്കെ പിടുത്തമൊക്കെ ഈ സമയം, നമ്മൾ ഈ ഒരു സമയത്തേ ഉള്ളൂ ഇതൊക്കെ. ഇപ്പോൾ സ്ഥിരം ഉള്ളൂ അതല്ല. നമ്മൾ കുട്ടനാട് കൊല്ലുമ്പോൾ സ്ഥിരം മീൻ പിടുത്തൊന്നും വിടില്ല. ഇതുപോലെ വെള്ളം കയറി വരുമ്പോൾ മാത്രമുള്ള പിടുത്തുള്ളൂ. അത് നമ്മൾ ഈ ജൂൺ മുതൽ ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ വരെ കാണും. അതെങ്ങനെ വെള്ളം വരുന്നതിനനുസരിച്ച്. പണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമുള്ളായിരുന്നു. ഇപ്പം ഏകദേശം ഡിസംബർ വരെയൊക്കെ മഴയും വെള്ളമൊക്കെ കാണും. അപ്പോൾ അവിടെ നിന്ന് മീനൊക്കെ പിടിച്ച് വെള്ളം കൂടുന്നുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് മീൻ പിടുത്തമൊക്കെ നിർത്തി തിരിച്ച് വീട്ടിലോട്ട് പോയി. വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. വീട്ടിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞാൽ റോഡോട്ട് പിന്നെ തിരിച്ചിറങ്ങാതെ വരും. പിന്നെ ചേട്ടൻ വന്ന് ചേട്ടൻ്റെ വീണ്ടും വല എടുത്ത്. അപ്പോൾ അവർ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി കുളിയെല്ലാം കഴിച്ചിട്ടുമ്പോൾ നമ്മുടെ വഴിയിലെല്ലാം വെള്ളം കയറി. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് വല പിടിക്കുന്നുണ്ട്. അപ്പോൾ മീൻ കിട്ടുന്നുണ്ട്. ഈ ഒഴുക്കുള്ളതാണ്, നമുക്ക് നല്ലതായിട്ട് മീൻ കിട്ടും. നമുക്ക് കിട്ടുന്ന വയമ്പും, ഞാൻ പറഞ്ഞില്ല, വയമ്പും പരലും ഒക്കെയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വറക്കാനും അല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങ പീരയൊക്കെ വെച്ച് ഈ തോരൻ പോലെ പറ്റിക്കാനും നമുക്ക് നല്ലതാണ്. വല നോക്കി അതിനകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട്. പിന്നെ ചപ്പും കാടുമൊക്കെ ഒരുപാട് കയറും. നമുക്ക് വലയൊക്കെ കയറും. അപ്പോൾ നമ്മൾ ബാക്കി കാഴ്ചകൾ കാണിക്കും. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ, ഞങ്ങളുടെ ഇവിടുത്തെ അമ്മാമ്മയുടെ കടയത്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ഷെഡാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ പേര് പനച്ചിമുട്ടിക്കടവ് ജംഗ്ഷൻ എന്നും ഈരടിച്ചിറ ജംഗ്ഷൻ എന്നും പറയും. അപ്പോൾ ഈ ജംഗ്ഷനിൽ നമ്മൾ ഈ വെയിറ്റ് ഷെഡുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ഷെഡ് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇട്ടേക്കുന്നൊരു വെയിറ്റ് ഷെഡായത്. അതിന് കുറേ പടമൊക്കെ വെച്ചു. കാരണം നമ്മൾ സ്കൂൾ പിള്ളേർ ഒത്തിരി ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന്. അപ്പോൾ അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഠിക്കാനും അവർക്ക് ആർട്ടും ക്യാരക്ടറും നമ്മളിവിടെ വരച്ചിരിക്കുന്നത് കൂടുതൽ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് മുമ്പ് ഇവിടുന്ന് ഇവിടെ കുരിശ്ശേരിക്കുന്നുണ്ട്. അപ്പോൾ മഴയുണ്ട് അതിനിടയ്ക്ക്. ഇതാണ് നമ്മുടെ വേറെ തൊട്ടടുത്ത ഭാഗം. നമ്മൾ ആ കാണുന്ന തോടെന്ന് പറയുന്നത് ഈ മണിമലയാറ്റിൽ നിന്ന് വെള്ളം കയറിയ തോടായത്. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ വീടിനവിടോട്ടൊക്കെ വെള്ളം കയറി വരുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് മുമ്പോട്ട് നടന്ന് ഇവിടെ എല്ലാം കണ്ടത്തിലെല്ലാം വെള്ളമാകുക. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങ് പെട്ടെന്ന് വെള്ളം കയറും. ഈ ഒരു ഭാഗത്തെല്ലാം പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു ഏരിയയില്ല. ഇപ്പോൾ തന്നെ അവിടെ കാണുന്ന വീടില്ലേ, ആ ഭാഗത്തുണ്ട്. അവിടെ റോഡിൽ വെള്ളം കയറി. ഫസ്റ്റ് നമ്മളിവിടെ വെള്ളം കയറുന്നത്, റോഡിൽ കയറുന്നത് ആ ഒരു ഭാഗത്താണ്. എനിക്കൊന്ന് ഇപ്പോഴവിടെ ഏകദേശം ഒരു 1.5 അടിയോളം വെള്ളം ആ റോഡിൽ കാണുമെന്ന് തോന്നുന്നു.
നല്ല ഒഴുക്കാണ് വെള്ളത്തിന്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇന്നത്തെ നമുക്ക് നടക്കാൻ പറ്റില്ല കേട്ടോ. കേട്ടോ ഇങ്ങനെ കണ്ടോ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കണ്ടോ? ആ കാക്കയൊക്കെ ഉണ്ട് ഉണ്ടോ? അവർക്കുണ്ടോ വീട്ടിൽ വെള്ളം കയറി കണ്ടോ? ഇവിടെ വീട്ടിൽ വെള്ളം കയറി കണ്ടോ? ഇവിടെ ഏകദേശം ഒരു 1.5 അടി വെള്ളമുണ്ട് ഇവിടെ റോഡിൽ തന്നെ. ഉണ്ടോ അവിടെ വീട്ടിൽ വെള്ളം കയറി കണ്ടോ? മൂന്നിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു വായനശാലയാണ്. ഇതിപ്പം വർക്കെല്ലാം കഴിഞ്ഞെടുക്കുകയാണ്. ഇതിപ്പം ഉടനെ ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. വെള്ളം 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 കാണാൻ ഇറങ്ങിയതാണ്. അവന് വെള്ളത്തിൽ ഇറങ്ങണം. അവൻ അവിടെ ഒഴുക്ക് വന്നപ്പോഴത്തേക്കിന് അവൻ ചാടി ഇറങ്ങുമോ? അവൻ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് എഫക്റ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു ഭാഗത്ത്. എപ്പോഴും പ്രളയ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറച്ച് കിട്ടുമെങ്കിൽ അത്യാവശ്യം ഒന്ന് മുകളോടെ കഴിപ്പാണ് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല വെള്ളപ്പൊക്കത്തിന്. ഇവിടെ ഒന്നും റോഡി വെള്ളമായിട്ടില്ല. ഇവിടെ എല്ലാം വെള്ളം കയറി കണ്ടോ, വെള്ളം ഒഴുകുന്നുണ്ടോ? റോഡിൽ കൂടെ കവർ ചെയ്ത് തെറുക്കപ്പോ തെറിപ്പിക്കാതോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെയിറ്റ് ഷെഡിൻ്റെ അകമൊക്കെ. അപ്പോൾ ഇവിടെ നമ്മളിതിങ്ങനെ പടമൊക്കെ വരച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് കൂടുതലും വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വെള്ളം കൂടി. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മോനുണ്ട്, അപ്പോൾ അവനിവിടെ വല പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മീൻ കിട്ടുന്നുണ്ട് ഇപ്പോഴും നല്ലതായിട്ട്.
അപ്പോൾ നമ്മൾ ഈ വീഡിയോ 3 ദിവസം കൊണ്ടാണ് എടുത്തേക്കുന്നത്. 3 ദിവസത്തെ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ഡേറ്റ്, ഇപ്പം ഈ വീഡിയോ എടുത്തേക്കുന്നത് പറഞ്ഞാൽ ഇന്ന് തന്നെ 17-ാം തീയതിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വഴിയിലെല്ലാം വെള്ളം കയറി. ഏകദേശം ഇപ്പോൾ നേരത്തെ പോലെ 1.5-2 അടിയോളം വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന വെള്ളത്തെക്കാട്ടി അത്രയും വെള്ളം വന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇത് രാവിലെ സ്കൂൾ ബസ്സൊക്കെ വന്നു. സാധാരണ വെള്ളം വാങ്ങുമ്പോൾ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ അവധി കൊടുക്കുക പതിവ്. പക്ഷേ ഇപ്പോഴത്തെ കളക്ടർ എന്തോ അവധി കൊടുക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. സ്കൂളുകൾക്കൊക്കെ ഇന്ന് പഠിത്തം ഉണ്ടായിരുന്നു. കാരണം പോകാൻ പറ്റും. അങ്ങനെ അധികം വീടുകളൊന്നും വെള്ളം കയറില്ല. കുറച്ച് വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ റോഡിലൊക്കെ കുറച്ച് വെള്ളം, ഇപ്പോൾ വണ്ടിയൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം വന്നാൽ സാധാരണ ഇവിടെ അവധി കൊടുക്കും. പിന്നെ ഓറഞ്ച് അലേർട്ടും അങ്ങനെയൊന്നും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. കാറ്റും മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അവധി കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കല്ലിറക്കിയിട്ടേക്കുന്നത് ഇവിടെ വഴി പണിയുന്നുണ്ട്. അങ്ങോട്ട് പഞ്ചായത്തിൽ നിന്ന് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ടോ, അപ്പോൾ അവിടെ കുറച്ച് 3-4 വീടുണ്ട്. അപ്പോൾ അവർക്കുള്ള വഴി അവിടെ പണിതുകൊണ്ടിരിക്കും. വെള്ളം പെട്ടെന്ന് ബുദ്ധിമുട്ടില്ല. കാരണം ഇവിടെ വെള്ളം എല്ലായിടത്തും മാറിയാലും ഇവിടുത്തെ വെള്ളം മാറത്തില്ല. ഇവിടെ ഡിസംബർ ജനുവരി ആകാതെ ഇവിടുത്തെ ഈ വഴിയിൽ വെള്ളം മാറത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കൂടെ കാണണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ദിസ് ഇസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.